ഗ്രാഫ് തിയറിയുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിൻ്റെ ബേസിക് ഡെഫിനിഷന്, അതിനൊന്ന് രണ്ട് എക്സാമ്പിൾസ്, അതുപോലെ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡെഫിനിഷൻസ്, ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസുമാണ്. ഒരു ഗ്രാഫ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെർട്ടിസസുകൾ. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇതെല്ലാം വെർട്ടിസസുകളാണ്. ആ വെർട്ടിസസ് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് എഡ്ജുകൾ. ഏതൊക്കെയാണ് എഡ്ജ്? ഇവിടെ എ എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, സി എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, എക്സ് എന്ന് ഡബ്ല്യൂയിലേക്കാണെങ്കിൽ എഫ് എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ട്, ഡി എന്ന് പറഞ്ഞ വേറൊരു എഡ്ജ് ഉണ്ട്, എക്സ് എന്ന് വിയിലേക്ക് ഇ എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ട്, എക്സിൽ നിന്ന് വൈയിലേക്ക് എച്ച് എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, എക്സ് നിന്ന് യുയിലേക്ക് ജി എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, അതുപോലെ യുയിൽ നിന്ന് യുയിലേക്ക് തന്നെ ബി എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കളക്ഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് വെർട്ടിസസിന്റെ ഒരു കളക്ഷൻ എഴുതാൻ പറ്റും. ഏതാണ്? അതിനെ നമുക്ക് വി ഓഫ് ജി എന്ന് ഡിനോട്ട് ചെയ്യാം. വി ഓഫ് ജി. അപ്പൊ എന്താണ് വി ഓഫ് ജി? വെർട്ടിസസുകളുടെ കളക്ഷൻ. ഏതൊക്കെയാണ് ഇവിടുത്തെ വെർട്ടെക്സ് വരിക? യു, വി, ഡബ്ല്യു, എക്സ്, വൈ. ഈ കാണുന്ന യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇതാണ് വെർട്ടിസസ്. അതുപോലെ എഡ്ജുകൾ ഉണ്ട്. ഏതൊക്കെയാണ് എഡ്ജുകൾ ഇവിടെ വരുന്നത്? എ, ബി, സി. ബി എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് യുവിലേക്ക് തന്നെ ഉള്ളതാണ് ബി. സി, യുവിൽ നിന്ന് ഡബ്ല്യുക്കുള്ള സി, ഡി, ഇ, എഫ്, ജി, എച്ച്. ഇത്രയും വെർട്ടിസസുകൾ, എഡ്ജുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഒരു വെർട്ടിസസിന്റെ ഒരു കളക്ഷൻ ഉണ്ട്, എഡ്ജിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻ കണ്ടോ, ഐ ജി ഓഫ് എ. ഇതുകൊണ്ട് ഉദ്ദേശം എന്താ? എ എന്ന് പറഞ്ഞ എഡ്ജ് അല്ലെ, അതൊരു സിമ്പിൾ ആയിട്ടൊരു എഡ്ജാണ്. അപ്പൊ അതിന് നമുക്ക് എന്തായിട്ടുണ്ട്, ഏത് വെർട്ടെക്സുകൾ തമ്മിലാണ് ഈ എഡ്ജ് ജോയിൻ ചെയ്തതെന്നുള്ള ഒരു റിലേഷനും കൂടെ നമുക്ക് വേണം. ഇവിടെ ഐ ജി ഓഫ് എ എന്താണ്? യു വി. യുവും വിയും തമ്മിലുള്ള വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് എ എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് എഡ്ജാണ് ബി. എ എവിടെയാണ് ബി നമ്മൾ പ്ലേസ് ചെയ്യുക? ഈ ബി എന്ന് പറഞ്ഞ എഡ്ജ് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് വെക്കും? ഈ വെർട്ടെക്സ് ഉണ്ടല്ലോ, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇത്രയും വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ ഇതിലെ ഏത് രണ്ട് വെർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബി എന്നുള്ള എഡ്ജ്? അതാണ് ഐ ജി ഓഫ് ബി ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? യു, യു എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞ വെർട്ടെക്സ് നിന്ന് യുവിലേക്ക് തന്നെയുള്ള ഒരു എഡ്ജാണ് എന്ത്? ബി എന്ന് പറയുന്ന എഡ്ജ്. അതുപോലെ സി എന്ന് പറഞ്ഞ എഡ്ജ് ഏത് വെർട്ടെക്സ് നിന്ന് ഏത് വെർട്ടെക്സിലേക്കുള്ള എഡ്ജാണ്? അതാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? ഐ ജി ഓഫ് സി. എവിടെ നിന്നാണ്? വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന്. വി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇതാണ് വി. അതിൽ നിന്ന് ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ള ഒരു എഡ്ജ് ആണ് എന്ത്? സി. അതാണ് ഐ ജി ഓഫ് സി ഈക്വൽ ടു വി ഡബ്ല്യു. അതുപോലെ ഡി എന്ന് പറഞ്ഞ എഡ്ജ് ഇതാണ് ഡി എന്ന് പറഞ്ഞ എഡ്ജ്. എന്താണ് ഡി എന്ന് പറഞ്ഞ എഡ്ജ്? എവിടുന്ന് ഏത് വെർട്ടെക്സിൽ നിന്ന് എവിടേക്കാണ്? ഡബ്ല്യു എക്സ് അല്ലെ, ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു വെർട്ടെക്സ് ആണ് ഡി. അതുപോലെ എഫ് ഐ ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എക്സ്. അതും എന്താണ്? ഡബ്ല്യു നിന്ന് എക്സിലേക്കുള്ള വേറൊരു വെർട്ടെക്സ് ആണ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇ എന്താണ്? വെർട്ടെക്സ് വി എക്സ്. വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് എക്സിലേക്കുള്ള ഒരു എഡ്ജാണെന്ത്? ഇ. അതുപോലെ ഐ ജി എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു എഡ്ജാണ് എക്സ്. അപ്പൊ ഈ ഐ ജി എന്ന് പറയുന്ന ഓഫ് എ എന്ന് പറയുന്ന നൊട്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എ എന്ന് പറഞ്ഞ വെർട്ടെക്സ് എഡ്ജ് ഏത് രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഐ ജി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഒരു ഗ്രാഫിനെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ഇതിന്റെ ഒരു ഒരു ട്രിപ്ലറ്റ് ആയിട്ട് ജി എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഒരു വെർട്ടെക്സിന്റെ സെറ്റ് ഉണ്ടാവും, ഒരു എഡ്ജിന്റെ സെറ്റ് ഉണ്ടാവും, കൂടെ അതിന്റെ ഒരു റിലേഷൻസ്, ഈ എഡ്ജ് തമ്മിൽ എങ്ങനെ ഏതൊക്കെ വെർട്ടിസസുകൾ തമ്മിലാണ് ഈ എഡ്ജ് ജോയിൻ ചെയ്തത് എന്നുള്ള റിലേഷൻ ആയിട്ടുള്ള ഐ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വെർട്ടെക്സ്, എഡ്ജ്, അതുപോലെ ഐ ജി, ഇതിന്റെ ഒരു ട്രിപ്ലറ്റിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുക. ഇനി നമുക്ക് അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ഗ്രാഫ് ഈസ് ആൻ ഓർഡേർഡ് ട്രിപ്പിൾ ജി, വി ഓഫ് ജി, ഇ ഓഫ് ജി, ഐ ജി. നമ്മൾ കണ്ടു വി ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? വെർട്ടിസസ് എന്ന് വിളിക്കും. എഡ്ജ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഡ്ജുകളുടെ സെറ്റ്, അൺഓർഡേർഡ് പെയർ ഓഫ് എലമെന്റ്സ് ഓഫ് വി ഓഫ് ജി.
ഈ വി ഓഫ് ജിയിലുള്ള എലമെന്റ്സ്, വെർട്ടെക്സ് സെറ്റിലുള്ള എലമെന്റ്സിന്റെ അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു പെയർ, അതിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക? ഇ ഓഫ് ജി. അതെന്താണ്? എഡ്ജ് എന്ന് നമ്മൾ അതിന് പറയും അല്ലെ. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെർട്ടെക്സ് വേറൊരു വെർട്ടെക്സിലുള്ള. ഈ ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ജി ഈസ് ആൻ ഇൻസിഡന്റ് റിലേഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എലമെന്റ് ഇ ഓഫ് ജി. ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എഡ്ജ് സെറ്റിൽ നിന്ന് വി ക്രോസ് വിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എഡ്ജും ഏത് വെർട്ടെക്സ് തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു റിലേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയാം? ഐ ജി എന്ന് പറയാം. അപ്പോൾ ഈ വി ഓഫ് ജിനെ നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് സെറ്റ് എന്ന് പറയും. ഇ ഓഫ് ജിനെ എഡ്ജ് സെറ്റ് എന്ന് പറയും. ഐ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റിലേഷൻ ആണ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എലമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അതിന്റെ വെർട്ടെക്സ് സെറ്റ് എന്താണെന്ന് പറയാൻ പറ്റും, എഡ്ജ് സെറ്റ് എന്താണെന്ന് പറയാൻ പറ്റും, അതിന്റെ ഇൻസിഡന്റ് റിലേഷനും നമുക്ക് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. അടുത്ത ഗ്രാഫ് എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ഈ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാവും? ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ട്രിപ്പിളാണ്. അതിൽ വെർട്ടിസസ് ഉണ്ടാവും, എഡ്ജ് സെറ്റ് ഉണ്ടാവും, റിലേഷനും ഉണ്ടാവും. ഇവിടെ ഏതൊക്കെയാ വെർട്ടിസസ്? V0, V1, V2, V3, V4, V5. എത്ര വെർട്ടിസസുകൾ ഉണ്ട്? 6 വെർട്ടിസസ് ഉണ്ട് അല്ലെ. എഡ്ജുകൾ ഏതാണ്? E1, E2, എക്സെട്ര E10. 10 എഡ്ജുകൾ ഉണ്ട്. ഇനി എന്താണ് ഇതിന്റെ ഇൻസിഡന്റ് റിലേഷൻ? ഈ എഡ്ജുകൾ തമ്മിൽ E1 എന്ന് പറയുന്നത് എന്താണ്? V1ഉം V2ഉം തമ്മിലുള്ള റിലേഷനാണ് E1. E2 എന്താണ്? V2, V3. E3 എന്ന് പറഞ്ഞാൽ V3, V4. E4 എന്ന് പറഞ്ഞാൽ V4, V5 അല്ലെ. E5 എന്ന് പറഞ്ഞാൽ V5, V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഏകദേശം ഒരു V1, V2, V2, V3, V3, V4, V4, V5, V5, V1 എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരും. പിന്നെ അടുത്തത് എന്താണ്? V0, V1 എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് V1ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിട്ട് ഫിഗർ എങ്ങനെ വരും? ഇങ്ങനെ വരും. V1 നിന്ന് V2ലേക്ക് റിലേഷൻ ഉണ്ട്, V2 നിന്ന് V3ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V3യിൽ നിന്ന് V4ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V4 നിന്ന് V5ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, V5യിൽ നിന്ന് V1ലേക്ക് ഉണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെ ഉണ്ട്? V0 നിന്ന് V1ലേക്ക് ഉണ്ട്, V0 നിന്ന് V2ലേക്ക് ഉണ്ട്, V0 നിന്ന് V3ലേക്ക് ഉണ്ട്, V0 നിന്ന് V4ലേക്ക് ഉണ്ട്, V0 നിന്ന് V5ലേക്ക് ഉണ്ട്. അപ്പൊ ഇതും ഒരു ഗ്രാഫാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിന്റെ ഡെഫിനേഷൻ, അതിന്റെ വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും ഇൻസിഡന്റ് റിലേഷനും തന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് വരക്കാൻ പറ്റണം. ഇനി നമുക്ക് അതിന്റെ കുറച്ച് ബേസിക് ഡെഫിനിഷനിലേക്ക് പോവാം. ഈ ഒരു ഗ്രാഫിൽ എൻഡ് വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? എൻഡ് വെർട്ടിസ് ഓർ എൻഡ്സ് ഓഫ് ആൻ എഡ്ജ്. എന്താണ് ഒരു എഡ്ജിന്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഫസ്റ്റ് വൺ ഇതെടുത്തോളൂ. എന്താണ് യു വി? എ എന്ന് പറയുന്ന ഇതിന്റെ എഡ്ജിന്റെ എൻഡ് വെർട്ടിസസ് ഏതൊക്കെയാ വരിക? യു ആൻഡ് വി അല്ലെ. എ എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ എൻഡ് വെർട്ടിസസുകൾ ഏതൊക്കെയാ വരിക? യുവും വിയും അല്ലെ. ഈ യു എന്ന് പറയുന്നത് ഒരു എൻഡ് വെർട്ടിസസ് ആണ്, അല്ലെങ്കിൽ കൂടാതെ വി എന്ന് പറയുന്നതും ഒരു എൻഡ് വെർട്ടിസസ് ആണ്. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന ഇതിന്റെ ഗ്രാഫ്, ഈ ജി എന്ന് പറയുന്ന ഐ ജി ഓഫ് എ ഈക്വൽ ടു എന്താ വരിക? സെറ്റ് യു വി അല്ലെ. ഇതാണ് എ എന്ന് പറയുന്ന ഇൻസിഡന്റ്. അപ്പൊ ഇതിന്റെ എൻഡ് വെർട്ടിസസ് എന്താ വരിക? യുവും വിയും ആണ് വരിക. അതുപോലെ ഈ എച്ച് എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യാം. അതിന്റെ എൻഡ് വെർട്ടിസസ് എന്ത് വരും? വൈയും എക്സും വരും. അപ്പൊ ഇതാണ് എൻഡ് വെർട്ടിസസ് എന്നുള്ള ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? പാരലൽ ഓർ മൾട്ടിപ്പിൾ എഡ്ജ്. എന്താണ് പാരലൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ? A set of two or more edges of a graph G is called a parallel or multiple edges if they have the same pair of distinct ends. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഒരു രണ്ട് വെർട്ടിക്സസ് രണ്ട് എഡ്ജുകൾ ഒന്നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എന്താണ്?
അപ്പൊ ഇവിടുത്തെ നോക്കൂ, എക്സും ഡബ്ല്യൂയും കൺസിഡർ ചെയ്യുക. എക്സ് എന്ന് പറയുന്ന വെർട്ടെക്സ്, ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സ്. ഈ എക്സിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് എത്ര എഡ്ജുകളുണ്ട്? 2 എഡ്ജുകളുണ്ട്. ഒന്നെന്താണ്, എഫ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, മറ്റൊന്ന് ഡി എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ എഫിന്റെയും ഡിന്റെയും എൻഡ് വെർട്ടിസസ് എന്താണ്? സെയിം ആണ്. അങ്ങനെ വരുന്ന എഡ്ജുകളാണ് നമ്മൾ എന്ത് പറയാ? പാരലൽ എഡ്ജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ, ലൂപ്പ്. എന്താണ് ഒരു ലൂപ്പ്? ഒരു എഡ്ജിന്റെ എൻഡ് വെർട്ടിസസുകൾ സെയിം ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ലൂപ്പ് എന്ന് പറയും. എൻഡ്സ് ആർ ദ സെയിം. എൻഡ് വെർട്ടിസസുകൾ എന്താണ്? സെയിം ആയിട്ടുള്ള വെർട്ടിസസുകൾ നമ്മൾ എന്ത് പറയും? ലൂപ്പ് എന്ന് പറയും. ഈ എക്സാമ്പിളിൽ ഏതാ ലൂപ്പ് ഉള്ളത് നോക്കൂ. സി എന്ന് പറയുന്ന എഡ്ജ് ഒരു ലൂപ്പാണോ? അല്ല. കാരണം അതിന്റെ എൻഡ് വെർട്ടിസസുകൾ ഏതൊക്കെയാ വരുന്നത്? വിയും ഡബ്ല്യൂയും വരുന്നുണ്ട്. അതുപോലെ ഇ എന്ന് പറയുന്ന എഡ്ജ്, അതിനെന്ത് വരുന്നത്? എക്സും വിയും ഒന്നും ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ എൻഡ് വെർട്ടിസസുകൾ ഏതൊക്കെയാ വരുന്നത്? ഇൻസിഡന്റ് ഗ്രാഫ് എഴുതി നോക്കുക. ഐ ജി ഓഫ് ബി എന്താ വരിക? ഐ ജി ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും? സെറ്റ് യു യു എന്ന് വരും അല്ലെ? കാരണം എന്താ? അതൊരു ലൂപ്പാണ്. അതിന്റെ ബിഗിനിങ്, ആ ഒരു എഡ്ജിന്റെ രണ്ട് എൻഡും എന്താണ്? യു തന്നെയാണ്. ഐ ജി ഓഫ് ബി ഈക്വൽ ടു യു യു എന്നാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ലൂപ്പ് എന്ന് പറയും. എൻഡ് വെർട്ടിസസ് സെയിം ആവുകയാണെങ്കിൽ അതിന് നമ്മൾ ലൂപ്പ് എന്ന് പറയും. അടുത്തത് എന്താണ്? നൈബർ ഓഫ് എ വെർട്ടെക്സ്. എന്താണ് ഒരു വെർട്ടെക്സിന്റെ നൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന്റെ ഫോർമൽ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, എ വെർട്ടെക്സ് യു ഈസ് എ നൈബർ ഓഫ് വി ഇൻ ജി ഇഫ് യു വി ഈസ് ആൻ എഡ്ജ് ഓഫ് ജി ആൻഡ് യു നോട്ട് ഈക്വൽ ടു വി. അപ്പൊ എന്താണ് നൈബർ ഓഫ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിൽ നോക്കൂ, യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുക്കുക. ഇതിന്റെ നൈബേഴ്സ് എന്തൊക്കെയാ വരിക? അല്ലെ, വി ഒരു നൈബറാണ്. കാരണം എന്താണ്? ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ വേറൊരു നൈബറാണ് എക്സ്. പിന്നെ യുവിൽ നിന്ന് യുക്ക് തന്നെ ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ കണ്ടീഷൻ? എന്താ? യു നോട്ട് ഈക്വൽ ടു വി ആവണം. അതുകൊണ്ട് എന്താണ്? അപ്പൊ ഇതിന്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വി ആണ്. യുവിന്റെ നൈബർ എന്ന് പറയുന്നത് ഒന്ന് വി ആണ്, വേറൊന്ന് എക്സ് ആണ്. അതുപോലെ എക്സിന്റെ നൈബേഴ്സ് ഏതൊക്കെയാ വരിക? എക്സ് എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ നൈബേഴ്സ് ഒന്ന് വൈ ആണ്, വേറൊന്ന് വി ആണ്, വേറൊന്ന് ഡബ്ല്യു ആണ്. അപ്പൊ ഈ എക്സ് എന്നുള്ള വെർട്ടെക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ നൈബേഴ്സ് വരിക, വൈ ഒരു നൈബറാണ്, കാരണം വൈക്ക് ഒരു എഡ്ജ് ഉണ്ട്. യു ഒരു നൈബറാണ്, വി ഒരു നൈബറാണ്, ഡബ്ല്യു ഒരു നൈബറാണ് എക്സിന്റെ. അപ്പൊ അതാണ് ഒരു വെർട്ടെക്സിന്റെ നൈബർ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ നൈബർഹുഡ് ഓഫ് എ വെർട്ടെക്സ്. എന്താണ് ഓപ്പൺ നൈബർഹുഡ്? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ ഓഫ് വി എന്നാണ്. ഓപ്പൺ നൈബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നൈബേഴ്സ് ഓഫ് വി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പൺ നൈബർഹുഡ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ എന്താണ്? യുവിന്റെ ഓപ്പൺ നൈബർഹുഡ് എന്താണ് വരിക? എൻ ഓഫ് യു. യു എന്ന് പറയുന്നതിന്റെ ഓപ്പൺ നൈബർഹുഡ്, അതിന്റെ നൈബേഴ്സിന്റെ സെറ്റ് ഏതൊക്കെയാണ്? യുവിന്റെ നൈബർ ഒന്ന് യു വി വരുന്നുണ്ട്, വേറെ എന്താണ് വരുന്നത്? എക്സും. ഇത് രണ്ടുമാണ് യുവിന്റെ നൈബർ വരിക. എക്സിന്റെ നൈബറുകൾ നമ്മൾ ഏതൊക്കെയായിരുന്നു? എൻ ഓഫ് എക്സ്. ഏതൊക്കെയാ വരിക? എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ വരും അല്ലേ? എക്സിന്റെ നൈബർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഒരു നൈബറാണ്, വി ഒരു നൈബറാണ്, യു ഒരു നൈബറാണ്, വൈയും ഒരു നൈബറാണ്. ഇതെല്ലാം എന്താണ്? എക്സിന്റെ നൈബേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? നൈബർഹുഡ് ഓഫ്, ഓപ്പൺ നൈബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ക്ലോസ്ഡ് നൈബർഹുഡ് ഓഫ് വി ഇൻ ജി. അതിന് നമ്മൾ അങ്ങനെ എൻ ഓഫ് വി യൂണിയൻ വി അല്ലെ? അപ്പൊ ഈ നൈബർഹുഡില്, ഓപ്പൺ നൈബർഹുഡിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല? ഇവിടെ നമ്മൾ എക്സിന്റെ നൈബർഹുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സെറ്റിൽ എക്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ എക്സും കൂടെ നമ്മൾ ആ സെറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ക്ലോസ്ഡ് നൈബർഹുഡ് എന്ന് പറയും. അപ്പൊ എക്സിന്റെ നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എക്സ് ഇസ് ഈക്വൽ ടു
എൻ ഓഫ് എക്സിനെ നമ്മൾ എന്തായിരുന്നു എടുത്തിരുന്നത്? എൻ ഓഫ് എക്സിൽ ഏതൊക്കെ വരുമായിരുന്നു? ഒന്ന് y വരും, പിന്നെന്ത് വരും? u വരും, കാരണം യുവിൽക്കൊരു എഡ്ജ് ഉണ്ട്. അതുപോലെ v വരും. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിന്റെ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. v വരും. പിന്നെ ഏതൊക്കെയാ വരുന്നത്? y വരുന്നുണ്ട്, u വരുന്നുണ്ട്, v വരുന്നുണ്ട്, w വരുന്നുണ്ട്. അതുപോലെ ഇത്രയും സെറ്റിലെ y, u, v, w ഇതെല്ലാം എന്താണ്? എക്സിന്റെ ഓപ്പൺ നൈബർഹുഡ്സ് ആണ്. അപ്പൊ ക്ലോസ്ഡ് നൈബർഹുഡിൽ എന്തൊക്കെയാ വരിക? അതിൽ കൂടെ എന്തും കൂടെ വരും? എക്സും കൂടെ വരും. ഈ എക്സും കൂടെ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തായി? ക്ലോസ്ഡ് നൈബർഹുഡ് ആയി. അതിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാറ്? എൻ ഓഫ് വി യൂണിയൻ വി എന്ന് പറഞ്ഞ ആ ഒരു വെർട്ടെക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയി. ഇനി എന്താണ് അഡ്ജസന്റ് വെർട്ടെക്സ്? രണ്ട് വെർട്ടിസസുകൾ എപ്പോഴും അഡ്ജസന്റ് ആണെന്ന് പറയാം. അത് തമ്മിൽ എന്ത് വേണം? ഒരു അഡ്ജസന്റ്, രണ്ട് വെർട്ടിസസുകൾ എപ്പോഴും അഡ്ജസന്റ് ആണെന്ന് പറയാം. ഇതിലുള്ള രണ്ട് വെർട്ടിസസ് യുവും വിയും അഡ്ജസന്റ് ആണോ? ആണ്. കാരണം എന്താ? അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു എഡ്ജ് അല്ലെ? ഈ യുവും വിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്ജസന്റ് ആണോ നോക്കാൻ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അഡ്ജസന്റ് വെർട്ടെക്സ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ യുവും ഡബ്ല്യുവും കൺസിഡർ ചെയ്ത് നോക്കൂ, അത് അഡ്ജസന്റ് ആണോ? അല്ല. കാരണം എന്താണ്? യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് ഒരു എഡ്ജ് ഇല്ല, അതുകൊണ്ട് അതെന്തല്ല? അഡ്ജസന്റ് അല്ല. അതുപോലെ അഡ്ജസന്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് എഡ്ജ് എപ്പോഴും അഡ്ജസന്റ് ആവുക. ഇവിടെ കൺസിഡർ എയും സിയും കൺസിഡർ ചെയ്യുക, അത് രണ്ടും അഡ്ജസന്റ് ആണോ? ആണ്. കാരണം എന്താ? ഈ രണ്ട് എഡ്ജുകൾക്കും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ഉണ്ട്, വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ടായതുകൊണ്ട് ഇത് രണ്ടും അഡ്ജസന്റ് ആണ്. അതുപോലെ എയും എഫും കൺസിഡർ ചെയ്ത് നോക്കൂ, ഇത് രണ്ടും തമ്മിൽ അഡ്ജസന്റ് ആണോ? അല്ല. കാരണം എന്താ? എ എന്ന് പറയുന്ന എഡ്ജും എഫ് എന്ന് പറയുന്ന എഡ്ജും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള വെർട്ടിസസ് ഇല്ല, അതുകൊണ്ട് അതല്ല എന്തല്ല? അഡ്ജസന്റ് അല്ല. ഇനി അതുപോലെ തന്നെ വേറൊരു ഡെഫിനേഷനാണ് ട്രിവിയൽ ഗ്രാഫ്. എന്താണ് നമ്മൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് എന്താ പറയുക? എ ഗ്രാഫ് വിത്ത് ഓൺലി വൺ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ വെർട്ടെക്സ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രിവിയൽ ഗ്രാഫ് എന്നാണ്. ആ ഗ്രാഫിന് എന്തേ ഉള്ളൂ? ഒരൊറ്റ വെർട്ടെക്സേ ഉള്ളൂ. ഒരു v1 എന്ന് പറയുന്ന ഒരൊറ്റ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയാം. ഈ ഒരു ഗ്രാഫിന് എന്തേ ഉള്ളൂ? v1 എന്ന് പറയുന്ന ഒരൊറ്റ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ നൾ ഗ്രാഫ് എന്ന് പറഞ്ഞാലും എ ഗ്രാഫ് വിത്ത് നോ എഡ്ജ്. എഡ്ജ് ഇല്ലാത്ത ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അത് കുറെ വെർട്ടെക്സുകൾ മാത്രമായിരിക്കും അല്ലെ? ഇതുപോലെ കുറച്ച് വെർട്ടെക്സുകൾ മാത്രമുള്ള ഒരു ഗ്രാഫ് v1, v2, v3, v4, v5 ഇതെന്താണ്? ഒരു നൾ ഗ്രാഫാണ്. ഇതിൽ എന്തില്ല? ഒരൊറ്റ എഡ്ജും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ? നൾ ഗ്രാഫ് എന്ന് പറയാം. എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? ഒന്ന് ട്രിവിയൽ ഗ്രാഫ്, എ ഗ്രാഫ് വിത്ത് ഓൺലി വൺ വെർട്ടെക്സ്. വേറൊന്ന് നൾ ഗ്രാഫ്, എ ഗ്രാഫ് വിത്ത് നോ എഡ്ജ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ് സിമ്പിൾ ഗ്രാഫ്. എന്താണ് സിമ്പിൾ ഗ്രാഫ്? എപ്പോഴാണ് നമ്മൾ ഒരു ഗ്രാഫിനെ സിമ്പിൾ എന്ന് പറയാം? ഒരു ഗ്രാഫിൽ ലൂപ്പുകളും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കും. എന്താണ്? ഒരു ഗ്രാഫിൽ ലൂപ്പുകളില്ല, മൾട്ടിപ്പിൾ എഡ്ജസ് ഇല്ല. എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വെർട്ടെക്സ് എന്ന് അതേ വെർട്ടെക്സിലേക്ക് തന്നെയുള്ള ഒരു എഡ്ജിനെയാണ് നമ്മൾ എന്താ പറയുക? ലൂപ്പ് എന്ന് പറയാം. എന്തായിരുന്നു മൾട്ടിപ്പിൾ എഡ്ജസ് അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് എഡ്ജുകളുടെ വെർട്ടിസസുകൾ, എൻഡ് വെർട്ടിസസുകൾ സെയിം ആവുന്നതിനായിരുന്നു നമ്മൾ എന്താ പറയാ? പാരലൽ എഡ്ജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറയാം. ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിളിൽ നോക്കൂ, ഇതിൽ യു എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ് അല്ലെ? അതുപോലെ എന്താണ്? എഫും ഡിയും എന്താണ്? പാരലൽ എഡ്ജസ് ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജസ് ആണ്. കാരണം എന്താ? അതിന്റെ രണ്ടിന്റെയും എൻഡ് വെർട്ടിസസുകൾ എന്താണ്? സെയിം ആണ്. അപ്പൊ ഈ ഗ്രാഫിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇതെന്തല്ല? ഒരു സിമ്പിൾ ഗ്രാഫ് അല്ല. കാരണം ഇതിൽ എന്തുണ്ട്? ഒരു ലൂപ്പും ഉണ്ട്, മൾട്ടിപ്പിൾ എഡ്ജസും ഉണ്ട്. എന്നാൽ തൊട്ട് താഴെയുള്ള ഗ്രാഫിനോ? ഇതിൽ ലൂപ്പുകളില്ല, ഒരു വെർട്ടെക്സിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള എഡ്ജുകളില്ല. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫിൽ ലൂപ്പുകൾ ഇല്ല എന്ന് പറയാം. അതുപോലെ പാരലൽ എഡ്ജസ് ഉണ്ടോ? ഏതെങ്കിലും രണ്ട് എഡ്ജസിന്റെ എൻഡ് വെർട്ടിസസ് സെയിം ആയിട്ടുണ്ടോ? അതും ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ്.
അപ്പോൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ ലൂപ്പുകളും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് ഗ്രാഫ്. എപ്പോഴാണ് ഒരു ഗ്രാഫ് ഫൈനൈറ്റ് എന്ന് പറയാം? ഒരു ഗ്രാഫ് ഫൈനൈറ്റ് ആവണമെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസും അതുപോലെ നമ്പർ ഓഫ് എഡ്ജസും ഫൈനൈറ്റ് ആവണം, അല്ലെ? ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസും ഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസും ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിന് നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയും. ഒന്നുകിൽ എഡ്ജുകളോ അല്ലെങ്കിൽ അതിന്റെ വെർട്ടിസസുകളോ അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റ് ആവുന്ന കേസുകളോ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻഫിനിറ്റ് ഗ്രാഫ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് അല്ലാത്ത എല്ലാ ഗ്രാഫുകളും എന്താണ്? ഇൻഫിനിറ്റ് ഗ്രാഫാണ്. ഇനി ഐസൊലേറ്റഡ് വെർട്ടെക്സ്. എന്താണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജിന്റെയും എൻഡ് അല്ലാത്ത വെർട്ടെക്സിനെയാണ് നമ്മൾ എന്താ പറയാ? ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് എനി എഡ്ജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ, ഈ രണ്ട് എക്സാമ്പിളും നോക്കൂ. ഏതെങ്കിലും വെർട്ടെക്സ് ഉണ്ടോ ഒരു ഇതിന്റെ എഡ്ജ് അല്ലാത്ത? ഇല്ല. എല്ലാ വെർട്ടെക്സും തമ്മിൽ എന്താണ്? ഏതെങ്കിലും ഒരു എഡ്ജിന്റെ എൻഡ് ആണ്. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഗ്രാഫിൽ ഒരു പുതിയ ഒരു വെർട്ടെക്സ് ആഡ് ചെയ്യാണ്. ഒരു പുതിയ ഒരു വെർട്ടെക്സ് V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. വെർട്ടെക്സ് V1. ഇതിലേക്ക് നമ്മൾ ഒരു എഡ്ജും കണക്ട് ചെയ്തിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ വെർട്ടെക്സ് സെറ്റ്, നേരത്തെ വെർട്ടെക്സ് സെറ്റ് എന്തായിരുന്നു? U V W X Y ആയിരുന്നു. ഇപ്പൊ പുതിയ വെർട്ടെക്സ് സെറ്റ് എന്താണ്? U V W X Y V1. V1 എന്ന് പറയുന്ന പുതിയൊരു വെർട്ടെക്സും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് ചേർത്തു. ഈ V1 എന്താണ്? ഈ V1ലേക്ക് ഒരു എഡ്ജും ഇല്ല, നമ്മൾ ഒരു എഡ്ജും വരക്കുന്നില്ല എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ V1നെ പറയുന്ന പേരാണെന്ത്? ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അത് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കിയുള്ള വെർട്ടെക്സുകളിലായിട്ട് തമ്മിൽ അതിനൊന്നും യാതൊരു റിലേഷനും ഇല്ല. ഒരു എഡ്ജിന്റെയും എന്തല്ല, എൻഡ് വെർട്ടിസസ് അല്ലാത്ത ഒരു വെർട്ടെക്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയാം. അതുപോലെ ഇനി എന്താണ് ഒരു ഗ്രാഫിന്റെ ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർഡറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫിന്റെ ഓർഡർ എന്താണ്? നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് എ. ഒരു ഗ്രാഫിൽ എത്ര വെർട്ടെക്സ് ഉണ്ട് അതിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്താ പറയാ? ഓർഡർ എന്ന് പറയാം, ഓഫ് എ ഗ്രാഫ് എന്ന് പറയാം. അത് ഡിനോട്ട് ചെയ്യുക N ഓഫ് G. ഓർഡർ ഓഫ് എ ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് N ഓഫ് G. അതുപോലെ സൈസ് ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനാ ഡിനോട്ട് ചെയ്യുക? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ്. അതിൽ എത്ര എഡ്ജ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അതിന്റെ സൈസ് ഓഫ് എ ഗ്രാഫ് നമ്മൾ M ഓഫ് G എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകൾ എടുത്തോളൂ. എന്താണ് ഇതിന്റെ ഓർഡറും സൈസും വരിക? ഫസ്റ്റ് ഗ്രാഫിന്റെ ഓർഡർ എന്താ വരിക? ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓർഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക N ഓഫ് G എന്നാണ്. അതെന്താണ്? നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ N ഓഫ് G എന്താണ് വരിക? എത്ര വെർട്ടിസസ് ഉണ്ട്? എത്ര വെർട്ടിസസ് ഉണ്ട് ഈ ഗ്രാഫിൽ? U V W X Y 5 വെർട്ടിസസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? 5 ആണ്. അതുപോലെ M ഓഫ് G എന്താണ് വരിക? സ്മോൾ n ഓഫ് ജിയും നൊട്ടേഷൻ വരുന്നത് സ്മോൾ n ഓഫ് ജിയും സ്മോൾ m ഓഫ് ജി ആണ്. സ്മോൾ n ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ്. സ്മോൾ m ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ്. എത്ര എഡ്ജുകൾ ഉണ്ട് ഈ ഗ്രാഫിൽ? 1 അല്ലെ? A C D F E B H എന്ന് പറഞ്ഞാൽ 8 എഡ്ജുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ സൈസ് എന്താണ് വരിക? 8 ആണ് വരിക. അതുപോലെ ഈ സെക്കൻഡ് ഗ്രാഫിൽ എത്രയാണ് N ഓഫ് ജി വരിക? ഈ ഗ്രാഫിന്റെ സൈസ് എന്ത് വരും? എത്ര വെർട്ടിസസ്, ഓർഡർ എത്ര വരും? എത്ര വെർട്ടിസസുകൾ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? V0 V1 V2 V3 V4 V5 6 വെർട്ടിക്സ്. അപ്പൊ ഇതിന്റെ N ഓഫ് G 6 ആണ്. അതുപോലെ M ഓഫ് G എന്ത് വരും? സൈസ്, നമ്പർ ഓഫ് എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്? E1 E2 E3 എക്സെട്ര E10 എന്ന് പറഞ്ഞാൽ 10 എഡ്ജുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ M ഓഫ് G എത്രയാണ്? 10 ആണ്. അപ്പൊ ഇതാണ് ഓർഡർ ഓഫ് എ ഗ്രാഫും സൈസ് ഓഫ് എ ഗ്രാഫും. ഇനി ചെറിയൊരു ഡെഫിനേഷനോട് കൂടെ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് ഗ്രാഫ്. എന്താണ് ലേബിൾഡ് ഗ്രാഫ്? ഒരു ഗ്രാഫ് എപ്പോഴാണ് ലേബിൾഡ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടിസസുകൾ
എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലേബൽഡ് ഗ്രാഫ് എന്ന് പറയും. എന്താണ്? ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഇത് ജസ്റ്റ് ഇതിൽ എന്തുണ്ട്? 4 വെർട്ടസസുകളുണ്ട്, 4 എഡ്ജുകളും ഉണ്ട്. പക്ഷെ ഇതെന്താണ്? ഒന്നിനും നമ്മൾ ലേബൽ ചെയ്തിട്ടില്ല. ഈ ഒരു ലാസ്റ്റത്തെ ഗ്രാഫ് നോക്കൂ. ഇതിലെ വെർട്ടക്സുകളൊക്കെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ വെർട്ടക്സിനും ഒരു പേര് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്രാഫുകളെയാണ് നമ്മൾ എന്താ പറയുക? ലേബിൾഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വെർട്ടക്സ് ലേബിൾഡ് ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. ഇതൊരു എഡ്ജ് ലേബിൾഡ് ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ഗ്രാഫ് എന്താണ്, അതിന്റെ ഫോർമുല ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണ്, ആ ഗ്രാഫിന് 2 എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ വെർട്ടെക്സും അതിന്റെ എഡ്ജുകളും അതിന്റെ ഇൻസിഡന്റ് റിലേഷനും എഴുതാൻ നമുക്ക് പറ്റണം. അതുപോലെ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഡെഫിനിഷനാണ് പഠിച്ചത്? എന്താണ് എൻഡ് വെർട്ടിസസ്, അല്ലെ? അല്ലെങ്കിൽ എൻഡ് ഓഫ് ആൻ എഡ്ജ് എന്ന് പറയുന്ന സാധനം എന്താണ്? അതുപോലെ പാരലൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജ് എന്താണ്? ലൂപ്പ്, നൈബർഹുഡ് ഓഫ് എ വെർട്ടെക്സ്, ഓപ്പൺ നൈബർഹുഡ്, ക്ലോസ്ഡ് നൈബർഹുഡ്, അഡ്ജസന്റ് വെർട്ടിസസ്, അഡ്ജസന്റ് എഡ്ജ്, ട്രിവിയൽ ഗ്രാഫ്, നൾ ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് ഗ്രാഫ്, ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻ, ഓർഡർ ഓഫ് എ ഗ്രാഫും സൈസ് ഓഫ് എ ഗ്രാഫും. അതിന്റെ ശേഷം ലേബൽഡ് ഗ്രാഫും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോമോർഫിസം ഓഫ് ഗ്രാഫ്സ് ആണ്. 2 ഗ്രാഫുകൾ എപ്പോഴാണ് ഐസോമോർഫിക് ആവുക എന്നുള്ളത്. അപ്പോൾ ഐസോമോർഫിസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും സെഷനെ കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അങ്ങനത്തെ കാര്യം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.